Hi friends, welcome back to my YouTube channel MRB Solutions. Please wait. ഹായ് ഗൈസ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് വീണ്ടും സ്വാഗതം. സോ ഗൈസ്, നമ്മുടെ ഫോണിൽ എങ്ങനെ നമുക്ക് സ്പ്രെഡ്ഷീറ്റ് ഫംഗ്ഷൻ ചെയ്യാമെന്നായിരുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോ. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടൊന്നും കരുതുന്നില്ല. നിങ്ങൾ പോയി എൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം, ആ വീഡിയോ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലാണ് നിങ്ങൾക്ക് വേണ്ടി ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്പ്രെഡ്ഷീറ്റിലെ പോലെ തന്നെ നമ്മുടെ ഫോണിൽ ഗൂഗിൾ ഷീറ്റ് എന്ന ആപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു അക്കൗണ്ടൻസിയിലെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിലെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ബാർ ചാർട്ടും കോളം ചാർട്ടും ഇത് നമുക്ക് ഗൂഗിൾ ഷീറ്റിൽ വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ വളരെ ഈസിയാണ്, മറ്റേതിന് അത്ര പണിയില്ല, പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. ഈ ഗൂഗിൾ ഷീറ്റിൽ അത് കിട്ടും. കമ്പ്യൂട്ടറിലാണെങ്കിൽ ലിബ്രെ ഓഫീസ് കാൽക്കിലാണ് കിട്ടുക. അപ്പോൾ എങ്ങനെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം. സോ ഗൈസ്, നിങ്ങളെൻ്റെ വീഡിയോ മുഴുവൻ കാണുക. നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും പിന്നെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. സോ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ലെറ്റ്സ് ഗോ ദി വീഡിയോ. സോ ഗൈസ്, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. സോ ഗൈസ്, ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണിച്ചു തരാം. ഞാൻ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഈ ക്വസ്റ്റ്യൻ: ടോട്ടൽ സൈസ് ഓഫ് കിരൺ, ഷൂ, മാർട്ടിൻ ആൻഡ് അഫ്സൽ ഫുട്വെയർസ് ഫോർ ദ ഇയർ 2013 to 2017 ആർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഇത് കിരണിൻ്റെയും ഒരു ഷൂ മാർക്കറ്റും അഫ്സലിൻ്റെ ഫുട്വെയറുമാണ്. 2013 മുതൽ 2017 വരെയുള്ള പോലെ ഇതാണ് കമ്മീഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഓർക്ക് കിട്ടിയ പൈസ. അപ്പോൾ നമുക്ക് നോക്കാം. ഇയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 2013 to 2017 വരെ. അവർ കിരൺ ഷൂ മാർട്ടിൻ്റെയും അഫ്സൽ ഫുട്വെയറിൻ്റെയും അവരുടെ കമ്മീഷൻ, അവർക്ക് കിട്ടിയ വരുമാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. പ്രസൻറ്റ് ഡാറ്റ ഇൻ എ ബാർ ചാർട്ട്. ഈ കൊടുത്തിരിക്കുന്ന ഡാറ്റയെ നമുക്ക് ഒരു ബാർ ചാർട്ടിലായി അവതരിപ്പിക്കാനാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. സോ ഗൈസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചേഞ്ച് ദ ചാർട്ട് ടൈപ്പ് ടു കോളം ചാർട്ട്. ഈ ചാർട്ട് മാറ്റിയിട്ട് നമുക്ക് കോളം ചാർട്ടാക്കാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ബാർ ചാർട്ടാക്കി മാറ്റാനാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഗൂഗിൾ ഷീറ്റ് എന്ന ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയി ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷമായിരിക്കണം നിങ്ങളിത് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക്, നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്പൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ലിബ്രെ ഓഫീസ് കാൽക്കിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബാർ ചാർട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം ഗൂഗിൾ ഷീറ്റ് എന്ന ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുക. സോ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ഐക്കൺ, അടിയിൽ പ്ലസ് ഐക്കൺ വരുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ന്യൂ സ്പ്രെഡ്ഷീറ്റ് എന്ന് നിങ്ങൾക്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള സ്പ്രെഡ്ഷീറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്വസ്റ്റ്യനുള്ള പോലെ തന്നെ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതാണ് ക്വസ്റ്റ്യൻ. നിങ്ങളിത് ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങളൊരു പേപ്പറിൽ എഴുതി വെച്ചതിന് ശേഷം ഇതിനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഇതാണ് ഒരു മോഡൽ ക്വസ്റ്റ്യനാണ് തന്നത്. അപ്പോൾ ഞാൻ നേരെ ആ ആപ്ലിക്കേഷനിൽ തന്നെ വീണ്ടും തിരിച്ചെത്തുകയാണ്. ഞാനിവിടെ ക്വസ്റ്റ്യൻ അതേപോലെ ടൈപ്പ് ചെയ്യാം. പെട്ടെന്ന് ടൈപ്പ് ചെയ്യുക. ആദ്യം ഇയറാണ്. അപ്പോൾ ഇയർ അടിക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം? 2013. നിങ്ങൾ സ്പീഡാക്കി ടൈപ്പ് ചെയ്യാവുന്നതാണ്. 16 2017. നെക്സ്റ്റ് ചെയ്യേണ്ടത് കിരൺ ഷൂ മാർട്ട് എന്ന് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. കിരൺ ഷൂ മാർട്ട്. നെക്സ്റ്റ് അഫ്സൽ ഫുട്വെയർ. ഇവിടെ അഫ്സൽ ഫുട്വെയർ എന്ന് അതേപോലെ തന്നെ ക്വസ്റ്റ്യനുള്ള പോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഇനി നമുക്ക് അവരുടെ ഓരോ കമ്മീഷൻ നമുക്കിവിടെ എഴുതി കൊടുക്കാം. ടോട്ടൽ സെയിൽസ് അവർക്ക് ലഭിച്ച, അവരുടെ വിൽപ്പന വഴി ലഭിച്ച കമ്മീഷനാണ്. അപ്പോൾ 1,20,000 ഇവിടെ കൊടുത്തു. ക്വസ്റ്റ്യനുള്ള പോലെ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്. 1,40,000. അതേപോലെ നിങ്ങൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അതേപോലെ ടൈപ്പ് ചെയ്താൽ മതി. ആ ടേബിൾ ഇതിലേക്ക് നേരെ കോപ്പി ചെയ്യുന്നത് പോലെ തന്നെ. നെക്സ്റ്റ് 1,15,000. നെക്സ്റ്റ് 1,40,000. ഇവിടെ അങ്ങനെ തന്നെയാണ്. 1,40,000. നെക്സ്റ്റ് 1,30,000. ഇവിടെ 1,35,000. 1,70,000. നെക്സ്റ്റ് 1,50,000. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ അതേപോലെ ടൈപ്പ് ചെയ്തു. ഇനി നിങ്ങൾക്ക് ഒരു ഹെഡിങ്, ഒരു
കട്ടി കൂട്ടാൻ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇതൊരു കിട്ടുമ്പം ഇവിടെ ഹെഡിങ് ഒന്നും ക്ലിയർ ആയി വരുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇയർമൊന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഈ റേഞ്ചിലൊന്ന് ഈ കോളത്തിലൊന്ന് നമുക്ക് സെലക്ട് ചെയ്യാം ഇയർ. എന്നിട്ട് നമുക്ക് അടിയിൽ കാണാം എ എന്ന് ഒരു അടിവര ഇട്ടിട്ടുള്ള ഒരു എ എന്ന് കാണാം. അപ്പോൾ ഈ ബി എന്ന അതിന് തൊട്ടടുത്ത് തന്നെ ബി എന്നൊരു കളർ നിങ്ങൾക്ക് ഒരു ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും. ആ ബി എന്ന ഐക്കൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ കട്ടി കൂടും. എന്നിട്ട് കട്ടി കുറക്കണം, കളർ മാറ്റാം ഇവിടെ. അതേപോലെ തന്നെ എ എന്നത് കളർ മാറ്റാനാണ്. ബി എന്നതിൽ നിൽക്കാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ഹെഡിങ് പോലെ കട്ടിയിൽ വരുന്നതാണ്, ബോണ്ടായിട്ട് വരുന്നതാണ്. നെക്സ്റ്റ് കിരൺ ഷൂമാർട്ടും അതേപോലെ തന്നെ നമുക്ക് ചെയ്യാം. അഫ്സൽ ഫുട്വെയർ ഇത്ര മതി. ഇനി നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് റേഞ്ച് സെലക്ട് ചെയ്യാം. നമുക്ക് ഈ ടാബിളിന് ഫുള്ള് സെലക്ട് ചെയ്യാം. A1 തൊട്ട് കിടക്കുന്നത് A1 തൊട്ട് C6 വരെയുള്ള ആ റേഞ്ച് സെലക്ട് ചെയ്യുക. A1 തൊട്ട് C6 വരെയാണ് നമ്മുടെ പട്ടിക കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യുന്നത് ബാർ ചാർട്ടാണ്. നമുക്ക് ആദ്യം നമ്മൾ ഈ പ്ലസ് മുകളിലായിട്ട് പ്ലസ്, അതാണ് ഇൻസേർട്ട്. അല്ലെങ്കിൽ നമ്മൾ ഇതിൽ ഇൻസേർട്ട് മെനുവിൽ പോകണം. ഇതിൽ കമ്പ്യൂട്ടറിൽ ചെയ്യുന്നവർ ഇൻസേർട്ട് മെനു എടുക്കുക, അതിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ ഇൻസേർട്ട് മെനു എന്നത് ഈ പ്ലസ് ആണ്. ഈ പ്ലസ് ബട്ടണിൽ നമ്മൾ അമർത്തുക. അപ്പോൾ നമുക്ക് താഴെ കുറച്ച് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾ ചാർട്ട് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ചാർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുക. ഇതിവിടെ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷമാണ് ചാർട്ടായി വരിക. നിങ്ങൾക്ക് വേണ്ട ടൈപ്പാണ് ആദ്യം ചോദിക്കുന്നത്, ലൈൻ ചാർട്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ലൈൻ ചാർട്ടാണ്, നിങ്ങൾക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കലിനുള്ളത് 2 ചാർട്ടുകളാണ്, ബാർ ചാർട്ടും കോളം ചാർട്ടും. ആദ്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ബാർ ചാർട്ടാണ്. ഇവിടെ ലൈൻ ചാർട്ടും ഏരിയ ചാർട്ടും ബാർ ചാർട്ട്, കോളം ചാർട്ട്, പൈ ചാർട്ട്, സ്കാറ്റർ ചാർട്ട്, ട്രെൻഡ് ചാർട്ട് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടത് ആദ്യം ബാർ ചാർട്ടാണ്. അപ്പോൾ ഈ ഒന്നാമത്തെ ബാർ ചാർട്ട് തന്നെയാണ് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾ ഈ ചാർട്ട് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ട് തന്നെ ചാർട്ടിൻ്റെ രൂപത്തിൽ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ബാക്ക് ബട്ടൺ അമർത്തുക. നെക്സ്റ്റ് ഇവിടെ ലെജൻഡ് എന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ലെജൻഡ് എന്നത് ഈ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ? ഇതാണ്. ഞാൻ ഇപ്പോൾ ഇതുമ്പോൾ ക്ലിക്ക് ചെയ്യും. ഈ കിരൺ ഷൂമാർട്ടും അഫ്സൽ ഷൂമാർട്ട് അവർ തമ്മിലുള്ള ഡിഫറൻറ്റ് കാണിക്കുന്ന അതാണ് ലെജൻഡ്. അത് എവിടെയാണ് വേണ്ടത്? നിങ്ങൾക്ക് ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് വരും, റൈറ്റ് ആണെങ്കിൽ റൈറ്റ് വരും, ടോപ്പ് ആണെങ്കിൽ മുകളിൽ വരും, അടിയിലാണ് അടിയിൽ വരും. ആ റൈറ്റിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ബാക്ക് ബട്ടൺ അമർത്തുക. നെക്സ്റ്റ് ടൈറ്റിൽസ്, ഹെഡിങ് കൊടുക്കാം. അപ്പോൾ ഈ ചാർട്ടിന് നമ്മളൊരു ടൈറ്റിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് കൊടുക്കാം. ഇവരുടെ ടോട്ടൽ സെയിൽസ് എന്നാണല്ലോ. അപ്പോൾ ടോട്ടൽ സെയിൽസാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യനിലുള്ളത് പോലെ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ടൈറ്റിൽ, നല്ലൊരു ടൈറ്റിൽ കൊടുക്കാം. നമുക്ക് ടോട്ടൽ സെയിൽസ് എന്ന് കൊടുക്കാം. ടോട്ടൽ സെയിൽസ്. ഇപ്പോൾ ഒറിസോണ്ടൽ ആക്സിസ് ടൈറ്റിൽ. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒറിസോണ്ടൽ ആക്സിസ് ടൈറ്റിൽ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഒറിസോണ്ടൽ എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള, ഇപ്പോൾ നമുക്കൊന്ന് അടിച്ചു നോക്കാം. ഇവിടെ നമ്മുടെ ഒറിസോണ്ടലായിട്ട് വന്നിട്ടിരിക്കുന്നത് ഇവിടെ എമൗണ്ട് ആണ്. അപ്പോൾ എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക ഒറിസോണ്ടലിൽ. അത് നിങ്ങൾ വരുന്നതിനനുസരിച്ചായിരിക്കും എമൗണ്ട് എന്ന് സെലക്ട് ചെയ്യുക. എമൗണ്ട് എന്ന് അടിച്ചു കണ്ടോ, ഇവിടെ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ ഒറിസോണ്ടൽ ആക്സാസിസ് ടൈറ്റിലാണ്, അതായത് എക്സാസിസിനുള്ള ഒരു ഹെഡിങ്ങും ലെഫ്റ്റ് സൈഡിൽ വെർട്ടിക്കൽ ആക്സിസിനുള്ള ഒരു ഹെഡിങ് കൊടുക്കാം. അവിടെ ഇയർ ആണല്ലോ വന്നത്, നമ്മൾ ഇയറും എമൗണ്ട് വെച്ചാണ് ടോട്ടൽ സെയിൽസ് നോക്കുന്നത്. എന്നിട്ട് ഇവിടെ ഒരു ടിക്ക് ഐക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങൾക്ക് ഇതാ അവിടെ ബാർ ചാർട്ട് റെഡിയായി വന്നിരിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് നമുക്ക് ബാർ ചാർട്ട് കമ്പ്യൂട്ടറിലായാലും ചെയ്യാനുള്ളത്. ഇങ്ങനെ തന്നെയാണ്. ചിലപ്പോൾ ഈ ഇയർ ചിലപ്പോൾ അടിയിലായിട്ട് വരാം, ഈ എമൗണ്ട് ചിലപ്പോൾ സൈഡിലായിട്ട് വരാം. എങ്കിലും ഇത്തരം ഇപ്പോൾ റെഡി ആയിരിക്കുന്നു. ഇങ്ങനെയാണ് ബാർ ചാർട്ട് തയ്യാറാക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്നും ഇങ്ങോട്ട് നീക്കി വെക്കാം. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് കോളം ചാർട്ടാണ്. അതിന് ഈ ക്വസ്റ്റ്യൻ തന്നെ മതി. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ നേരത്തെ ചെയ്ത പോലെ തന്നെ A1 തൊട്ട് C6 വരെയുള്ള ആ റേഞ്ച് അങ്ങ് സെലക്ട് ചെയ്യുക. അതായത് ഈ ടാബ് മൊത്തം ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഇൻസേർട്ട്, അതായത് ഈ പ്ലസ് ഐക്കൺ ഒന്ന് അമർത്തുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചാർട്ട് എടുക്കുക. ചാർട്ടിൽ പോയി ചാർട്ട് ടൈപ്പിൽ പോവുക. ചാർട്ട് ടൈപ്പിൽ പോയി നിങ്ങൾക്ക് അടിയിലേക്ക് പോയാൽ കോളം ചാർട്ട് എന്ന് കാണാൻ വേണ്ടി സാധിക്കും. ഈ കോളം ചാർട്ടിൽ ഒന്നാമത്തെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നെക്സ്റ്റ് ബാക്ക് ബട്ടൺ അമർത്തുക. ടൈറ്റിൽ, ചാർട്ട് ടൈറ്റിൽ ടോട്ടൽ സെയിൽസ് എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഒറിസോണ്ടൽ ഇവിടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ മാറ്റേണ്ട ആവശ്യമില്ല ഇയർ. ഇനി ലെഫ്റ്റ് വെർട്ടിക്കലായിട്ടുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാം അടിയിൽ വന്നിരിക്കുന്നത്. ഒറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ അടിയിലത്തെ മേലക്കുള്ളതാണ് വെർട്ടിക്കൽ. അപ്പോൾ ഇയറാണ് ഇവിടെ അടി വന്നിരിക്കുന്നത്. വെർട്ടിക്കലായത് എമൗണ്ട് ആണ്. അപ്പം ലെഫ്റ്റ് വെർട്ടിക്കൽ ആക്സിസ് ടൈറ്റിൽ നമുക്ക് എമൗണ്ട് എന്ന് കൊടുക്കാം. എമൗണ്ട് അപ്ഡേറ്റ് ടൈറ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഇനി ടിക്ക് മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഈ ചാർട്ടും വന്നതായി നിങ്ങൾക്ക് കാണാം. ഇതാണ് കോളം ചാർട്ട് എന്ന് പറയുന്നത്. ഇത് ആദ്യം നമ്മൾ ചെയ്ത ഇത് ബാർ ചാർട്ടാണ്, ഇത് കോളം ചാർട്ടുമാണ്.
അപ്പോൾ വളരെ സിമ്പിളായി തന്നെ നിങ്ങൾക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് പരിശ്രമിച്ച് നോക്കുക. എക്സാം നിങ്ങൾ പ്രിപ്പറേഷൻ ആവുക ഇപ്പോൾ തന്നെ. ഇനി ഏതായാലും എക്സാം മാറ്റിയില്ലെങ്കിൽ ഉണ്ടാകും. വളരെ സിമ്പിളായിട്ട് തന്നെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് മേടിക്കാൻ വേണ്ടി സാധിക്കും. വളരെ 2 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഇതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ പഠിക്കേണ്ടതാണ്. നിങ്ങൾക്ക് HSS ലൈവിലൊക്കെ പോയാൽ നിങ്ങൾക്ക് PDF ലഭിക്കുന്നതായിരിക്കും. അതിൽ നോക്കി നിങ്ങൾ ഇംഗ്ലീഷിൽ അതേപോലെ തന്നെ പ്രൊസീജിയറൊക്കെ പഠിച്ചു വെക്കുക. സോ ഗൈസ്, ഇനി മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.